മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങൾ, ബൈബിൾ പറയുന്ന ജനറലായിട്ടുള്ള ചില ഐഡിയകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു ദൈവരാജ്യം പ്രസൻറ്റ് ടെൻസിലുണ്ട്, അത് ഫ്യൂച്ചറിലും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ മർമ്മങ്ങളെക്കുറിച്ചാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെയും യഹൂദന്മാരെയും പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ അവർക്കത് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുള്ള റെഫറൻസിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന നിവൃത്തിയാകുവാനായിട്ട് അത് പറഞ്ഞ കാര്യം എല്ലാം നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ 3-4 എപ്പിസോഡിൽ അത് സംസാരിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് തൊട്ട് നമ്മൾ പുതുതായിട്ട് യേശു പറഞ്ഞ ഓരോ ഉപമകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഉപമകൾ നമ്മൾ ചിന്തിക്കും, ഈ ഉപമകൾക്ക് എന്താണ് ഇത്ര വലിയ പ്രസക്തി? യേശു ഒരേ കാര്യം പറയാനല്ലേ ഉദ്ദേശിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനല്ലേ ഇതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മുടെ ഈ ഉപമകളിലെല്ലാമുള്ള ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് ക്ലിയറായി വന്നത്, യഹൂദന്മാർക്ക് അന്ന് ഒട്ടും ക്ലിയർ ആയില്ല, ശിഷ്യന്മാർക്ക് പോലും അത് ക്ലിയർ ആയില്ല. എന്നാൽ അത് യേശു പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ നിങ്ങൾക്ക് അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയും. കാരണം എന്താണ്? യേശു അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതുകൊണ്ടാണ് ശിഷ്യന്മാർക്കായത്, ശിഷ്യന്മാരവരുടെ കൂടെ ഉണ്ടായത്. എന്നാൽ ഈ നമ്മൾ പുതിയ നിയമത്തിൽ നേരത്തെ സംസാരിച്ച റോമർ തൊട്ട് യൂദ വരെയുള്ള ഉപദേശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ ഉപദേശം എല്ലാം തന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുടെ വേറൊരു ഡെമോൺസ്ട്രേഷനായിരുന്നു, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് വെളിപ്പെടുത്തുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഉപമകളെല്ലാം തന്നെ സുവിശേഷവുമായിട്ട് കമ്പയർ ചെയ്ത് ആണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പോയി എന്നുള്ളതല്ല. ഇത് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ എത്ര റെലവൻ്റാണ്, എത്ര അപ്ലൈ ചെയ്യണം, അതനുസരിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച വിടുതലിനെ പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലുള്ള ഡെലിവറൻസും, നമ്മുടെ ദൈവിക പ്രമാണങ്ങളിലുള്ള ഉറപ്പും, ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാഗൽഭ്യവും ഒക്കെ ഇതിൽ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിച്ച് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇത് ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡ് ഒരു ഉപമ ചിലപ്പോൾ ഒരു എപ്പിസോഡിലൊന്നും തീരത്തില്ല, 15 മിനിറ്റിലൊന്നും തീരത്തില്ല. ചിലപ്പോൾ ഒരു ഉപമ തന്നെ 3-4 എപ്പിസോഡ് കൊണ്ട് തീരുള്ളൂ. കാരണം അതിലെ മർമ്മങ്ങൾ ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു ഇതിനോട് ചേർന്ന് ആദ്യം തന്നെ പറഞ്ഞ ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്ന്. ഇതിന് 2-3 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. വിതയ്ക്കുന്നതിൻ്റെ ഉപമയെന്ന് പറയുന്നുണ്ട്, 4 തരം മണ്ണിൻ്റെ ഉപമയെന്ന് പറയുന്നുണ്ട്, വിത്തിൻ്റെ ഉപമയെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഇത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറഞ്ഞത്. എന്നിട്ട് യേശു തന്നെ അതിൻ്റെ മീനിങ് പിന്നീട് 18 തൊട്ടുള്ള വാക്യങ്ങളിൽ അതിൻ്റെ മീനിങ്ങും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴതിനകത്തെല്ലാം ക്ലിയറാണ്. പിന്നെ നമ്മൾ എന്താ ഇതിനകത്ത് പ്രസക്തി എന്ന് നിങ്ങൾ ചോദിക്കും, നമ്മളതിലേക്ക് വരാം. ഇതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഉണ്ട്. അത് നമ്മൾ ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചിന്തകളാണ് ഷെയർ ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് ലൂക്കോസ് 8-ന്റെ 4 മുതൽ 15 വരെയുള്ളത്. യേശു പറഞ്ഞ ഉപമ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ആ ഉപമ മാത്രം ഇപ്പം വായിച്ചിട്ട് അതിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ കയറും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തൊട്ടാണ് വായിക്കുന്നത്. 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമയെക്കുറിച്ച് പറയുന്നത്. അവൻ അവരോട് പലത് ഉപമകളായി പ്രസ്താവിച്ചു എന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരെ വീണു, പറവകൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേറില്ലാതെയായാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളു മുളർച്ച് വന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു.
ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോഴേ ഇതാണ് ഉപമ. എൻ്റെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വിത്തിനെക്കുറിച്ചും വിതയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകളാണ് അതിലുള്ളത്. അതിൻ്റെ മീനിങ് 19-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, അതായത് അധ്യായത്തിൻ്റെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇപ്പോഴും നമ്മളിതിൻ്റെ ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ യേശുവിൻ്റെ പ്രവർത്തന മേഖലകളിലെ ആളുകളുടെ യേശുവിനുള്ള റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കുന്നത്, മെസ്സിയായിട്ട് അംഗീകരിക്കുന്നതും യേശു പറയുന്നതും കേൾക്കുന്നത് തുലവും കുറവായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരുപാട് പേര് യേശുവിൻ്റെ കൂടെ കൂടി, അതൊക്കെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് കൂടിയതാണ്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആളുകൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലായില്ല. ഇത് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു തുടങ്ങി. അന്ന് പ്രസംഗം കേൾക്കാമൊന്നും ആരുമില്ലായിരുന്നു. അന്നേരം യേശു ശിഷ്യന്മാരെ ശീമോൻ പത്രോസിനെ വിളിക്കുന്നു, അന്ത്രയോസിനെ വിളിക്കുന്നു, അവരെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് 21-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് യേശു ഗലീലയൊക്കെയും ചുറ്റി സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇത് നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനിത് പറയുന്ന കാര്യം, ഇത് ഉപമ 13-ാം അധ്യായത്തിലാണ്. അതിന് മുമ്പുള്ള നടന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ് മനസ്സിലാക്കാനായിട്ട്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും ആൾക്കാർ മാനസാന്തരപ്പെടുകയോ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ ചെയ്തില്ല. 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ അവൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരേസിനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായ ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരനും സീദോനും സഹിക്കാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എല്ലാം യേശു പറയുന്നത് നമുക്കത് ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ എല്ലാം അവൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടും ആളുകൾ മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം കാണും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം വന്നെഴുത്ത് 12-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക്, ഇന്ന് 13-ാം അധ്യായമാണല്ലോ നമ്മൾ കുറി വാക്യമായിട്ട് വായിച്ചത്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പള്ളിയിൽ ചെന്ന് ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത് പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവൻ അവിടെ വിട്ട് പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവനിൽ കുറ്റം ചുമത്തുന്നത് ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവനോട് നിങ്ങളിൽ ഒരുത്തനൊരു ആടുണ്ട് എന്നിരിക്കട്ടെ, അവിടെ ഒരു ഉപമ പോലെ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവരെ സൗഖ്യമാക്കിയപ്പോഴേ 14-ാം വാക്യത്തിലെ പരീശന്മാരെ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ അവൻ്റെ വിരോധമായി ആലോചിച്ചു തുടങ്ങി. നമ്മളിവിടെ എല്ലാം കാണുന്നത് യേശു ഈ വലിയ മിറക്കിൾസൊക്കെ ചെയ്തു, പലയിടത്തും നടന്ന് ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ടൊന്നും ആളുകൾക്കത് തിരിച്ചറിയാനും ആളുകൾക്കത് മനസ്സിലാക്കാനും സാധ്യമായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ 13-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഈ യേശുക്രിസ്തു ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുന്നതായിട്ട് നമ്മളെ കാണുന്നു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊയ്ത്തിൻ്റെയും വിതയുടെയും ഒക്കെ ചിന്തകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്കറിയാം, ഒരു വിത്ത് വിതച്ചാൽ, ഒരു വിത്ത് കിളിർത്ത് വന്നാൽ അതിന് വേണ്ടതായിട്ടുള്ള നല്ല നോർമൽ കണ്ടീഷനിൽ അതിന് വളവും കിട്ടുമ്പോഴാണ് അത് ഫലം കായ്ക്കുന്നത്. അത് ഒരു നെൽമണിയാണെങ്കിൽ ആ നെൽമണി കിളിർത്ത് വരുമ്പോൾ വലിയൊരു ഒരു ചെടിക്കകത്ത് അനേകം കതിര് വരും. ഈ കതിരിൽ നിന്ന് 50, 100 അല്ലെങ്കിൽ 150 വിത്തുകൾ അല്ലെങ്കിൽ 200 വിത്തുകൾ ഉണ്ടാവും. വിത്തുകളോ അല്ലെങ്കിൽ നെൽമണികളോ ഉണ്ടാവും. എന്നിട്ട് അതുപോലെ വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ മനസ്സിലാക്കുക. നെല്ല് കിളിർത്ത് വന്ന് അല്ലെങ്കിൽ ആ ധാന്യം കിളിർത്ത് വന്ന് അത് ഫലം കായ്ച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വിളവ് കിട്ടുള്ളൂ. അതുകൊണ്ട് വിതയ്ക്കുക ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനുള്ള ഭക്ഷണ സാധനം വേണമെങ്കിൽ നമ്മൾ നടണം, ഒരു വിത്ത് നടണം. നട്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇവിടെ വിത്ത് വിതയ്ക്കുന്നവൻ വിത്ത്, ഇവിടെ അതിൻ്റെ താഴെ പറയുന്ന അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. മീനിങ് ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന ആവശ്യമാണ്. ഇവിടെ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിതയ്ക്കുന്ന ആൾ യേശുവാണെന്നും പറയുന്നുണ്ട്. ഇത് താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 19-ാം വാക്യത്തിൽ തൊട്ടിങ്ങോട്ട് എഴുതിയിട്ടുണ്ട് എന്താണ്, ആരാണിത് വിതയ്ക്കുന്നതെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യേശു വിതയ്ക്കുന്നു. എന്താണ് വിതയ്ക്കുന്നത്? ദ വേർഡ് ഓഫ് ദ കിങ്ഡം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ് വിതയ്ക്കുന്നത് എന്നെ കാണുന്നു. ഇവിടെ ഒന്ന്, ചിലത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ അത് തിന്നുകളഞ്ഞു. ഈ ഒരു ഭാഗം മാത്രമേ ഇന്ന് ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിനകത്ത് നിന്ന് ഒരുപാട് ചിന്തകൾ നമുക്ക് വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ യേശുവാണ് വിതയ്ക്കുന്നത്, വിത്തെന്ന് പറയുന്ന ദൈവവചനമാണ്. ഇത്രയും നമുക്ക് മനസ്സിലായി. ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് നമുക്ക് മനസ്സിലാവും. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്തല്ല കെടാത്തതും ജീവനുമുള്ള, അതൊരു വിത്തിനെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നതെന്ന് പറയുന്നൊരു ഭാഗം ഈ തരണത്തിൽ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ വിത്ത് എന്ന് പറയുന്ന ദൈവവചനമാണ്. ഈ ദൈവവചനത്തിലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഓക്കെ, അത് അതിൻ്റെ ബേസിസായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇനി നമ്മൾ ചിന്തിക്കുക. ഈ ദൈവവചനം വീണത് വഴിയരികിലാണ്. ഓക്കെ, അന്നേരം ഈ വഴിയരികിൽ വീണ സാധനം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പറവകൾ വന്ന് തിന്നുകളഞ്ഞു. ഇത് 19-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ ഒരുത്തൻ രാജ്യത്തിൻ്റെ 19-ാം വാക്യം, അതെ, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇത് അത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അതായത് ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതച്ചിരിക്കുന്ന എടുത്തു കളയുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് ക്ലിയറാണ്. അപ്പോൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, ആരായിട്ട് ദുഷ്ടൻ? പിശാച്. അതിന് ദുഷ്ടപിശാച് വന്ന്, അതിനകത്ത് പറയുന്ന പറവകൾ വന്ന് തിന്നുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പറവകൾ വന്നത് തിന്നു കളഞ്ഞു, വഴിയരികെ വേണം. നമുക്കറിയാം, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അങ്ങനെ വിതയ്ക്കുന്ന സമയത്ത് എല്ലാം ആ സ്ഥലത്ത് തന്നെ വീഴണം എന്നില്ല, നല്ല സ്ഥലത്ത് വീഴണമെന്നില്ല. ചിലതൊക്കെ അങ്ങനെ ആ വഴിയരിയിൽ വരമ്പുകളിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ വരമ്പുകളിൽ വീഴുന്ന ആളിൽ ചവിട്ടിക്കളയുന്ന കാര്യമാണ്. നടന്നു പോകുമ്പം ചവിട്ടിക്കളയും. അതുപോലെ തന്നെ പറവകൾ വന്ന് കൊത്തിക്കൊണ്ട് പോകും. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ പിശാച് കൊണ്ടുപോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിശാച്, പറവയും പിശാചുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. പറവകൾ വന്ന് അത് തിന്നുകളയുന്നു എന്നുള്ളത്. ട്രാമ്പിൾഡ് ബൈ ഫുഡ് ആൻഡ് ഈറ്റൺ ബൈ ബേർഡ്സ്. ഇതാണ് അത്. ശരിക്കും എന്താ കാണിക്കുന്നത് ചോദിച്ചാൽ, ഒരു അൺബിലീവിങ് ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഹാർഡൻഡ് ഹാർട്ടിനെയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഹാർഡനായി, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ. ഇന്ന് ദൈവവചനം കേട്ടിട്ട് വിശ്വസിക്കാത്ത ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. ദൈവവചനം കേട്ടിട്ട് വിശ്വസിക്കാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മുടെ നേതാക്കന്മാർ പോലും, ഈവൻ മഹാത്മാഗാന്ധി പോലും യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റേതായിട്ടുള്ള മർമ്മങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയും, പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോഴുമൊക്കെ പാനിപ്പെട്ടിലൊക്കെ നിന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തു ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് കോട്ട് ചെയ്തുകൊണ്ട് കണ്ണുനീരൊഴുക്കിയതായിട്ട് ഉള്ള ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവരത്വത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ വീഴണം എന്നുള്ളതാണ് ഇവിടെ ഈ ഉപമയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് അൺബിലീവിങ് ഹാർട്ട് എന്നുള്ളതാണ്. ഈ അൺബിലീവിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇന്ന് നമ്മൾ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മൾ
ജനിച്ചു വളർന്ന സിറ്റുവേഷൻ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സയൻസ്, ശാസ്ത്രം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള മതങ്ങളെക്കുറിച്ചും ബാക്കിയുള്ള അറിവുകൾ നമുക്കുണ്ട്. ഈ അറിവുകളെല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതിൽ സാധാരണ കേസിൽ അവൻ്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന അവൻ പഠിച്ചിരിക്കുന്ന അറിവുകളും അവൻ വന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുമാണ്. അതിൽ ഈ പഠിച്ചിരിക്കുന്ന അറിവുകളും അവൻ തന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആകത്തുക അവൻ വിശകലനം ചെയ്ത് അബ്സോർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴേ പലപ്പോഴും ദൈവവചനം അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ദൈവവചനത്തെ ദുഷിച്ച് ദൈവവചനത്തിനെതിരായിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം. അത് നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ദൈവവചനത്തിന് വിരോധമായി ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യം ഇതുതന്നെയാണ്. ഈ നോളജ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യം അവൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് അൺബിലീവിങ് ഹാർട്ടെന്നോ അല്ലെങ്കിൽ ഹാർഡൻഡ് ഹാർട്ടെന്നോ ഒക്കെ പറയാവുന്ന കാര്യമാണ്. ഇന്ന് പിശാച് പലപ്പോഴും ഈ പല ഫിലോസഫീസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഹാർഡാക്കി കളഞ്ഞിട്ട് ഈ ദൈവവചനത്തിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആ സീരിയസ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമുക്കറിയാം. അവരെല്ലാ കാര്യങ്ങളും കാഷ്വലായിട്ടാണ് എടുക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ തലമുറകളെല്ലാം തന്നെ. അതുകൊണ്ട് ദൈവവചനവും അവരുടെ ജീവിതം പോലും അവർ കാഷ്വലാണ്. പിന്നെ ദൈവവചനത്തെക്കുറിച്ച് എത്രയും സീരിയസ്നെസ് കാണിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് യൂത്തായിട്ടുള്ളവരായാലും ഇന്നത്തെ തലമുറകളുമൊക്കെ അതൊക്കെ കൊള്ളാം. എന്തിനാണ്? കല്യാണം നടത്താൻ, അല്ലെങ്കിൽ പിന്നെ മരിച്ചാൽ കുഴിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാമോദീസയോ അല്ലെങ്കിൽ പള്ളിയിലെ മെമ്പർഷിപ്പ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി വഴി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടത്താൻ ഇതിനൊക്കെ കൊള്ളാം എന്നതിനപ്പുറമായിട്ട് ദൈവവചനത്തിനല്ലാതെ വലിയ പ്രസക്തി ഒന്നും ഈ നൂറ്റാണ്ടിലില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് സംഘടനകളും ഒരുപാട് ആളുകളും ഉണ്ട്. എന്നാൽ അതാണ് ശരിക്കും ഒരു ഹാർഡൻഡ് ഹാർട്ട്, അൺബിലീവിങ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിൽ അവർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്, ഒരുപാട് മുൻവിധികളുണ്ട്. അവർ സ്റ്റബോണാണ് പല കാര്യങ്ങളും. കാരണം എന്താണ്? ഇപ്പോഴും അവർ ഈ പാപത്തെ ഇഷ്ടപ്പെടുവാനായിട്ട്, അതാണ് അതിൻ്റെ പ്രധാന കാര്യം. ദേ വാണ്ട് ടു ലവ് സിൻ. അന്നേരം ഈ ഡെവിളിൻ്റെ ഡിവൈസായിട്ട് അവർ മാറിക്കൊണ്ട് അവർ ഈ ലോകത്തെ സ്നേഹിക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വേർഡ് അവരുടെ ഉള്ളിലുള്ള വിത്ത് ഈ പറവ കൊത്തിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് സൈറ്റന് ഇന്ന് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് ഇതെടുത്തുകൊണ്ട് പോകാനായിട്ട്. ദൈവവചനം എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഅറ്റൻറ്റീവായിട്ട് നമ്മളെ കാഷ്വലാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റിയാലിറ്റി ഒക്കെ തന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, പ്ലീസ് ഇഗ്നോർ ഇറ്റ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ മത നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ? എല്ലാ മതം വേണം, എല്ലാവരെയും വേണം, കാരണം ദേ വാണ്ട് പവർ. ഇവരെല്ലാം തന്നെ പവർ. യേശുവിൻ്റെ സമയത്തും അതായിരുന്നു. മതക്കാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും ആവശ്യം പവർ ആയിരുന്നു. പൊളിറ്റിക്സും മണിയായിരുന്നു ആവശ്യം. അതുകൊണ്ട് അവർ ഈ ദൈവത്തിൻ്റെ വചനത്തെ ഇൻഅറ്റൻറ്റീവ് ആക്കി അത് ഇഗ്നോറൻ്റ് ആക്കി കളയുന്നു. രണ്ടാമത് പിശാച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹി കൺവിൻസ് സം ദാറ്റ് ഹോൾഡിങ് ഫാസ്റ്റ് ടു ദ വേർഡ് ഈസ് നോട്ട് വർത്ത് ഇൻ ട്രബിൾ. നമുക്ക് പ്രയാസം വരുമ്പോൾ ഇതൊന്നും നമ്മളെ സഹായിക്കത്തില്ല. രോഗം വരുമ്പോൾ ആശുപത്രി വേണം, പണമില്ലെങ്കിൽ പണം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രയാസത്തിലിരിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. അതുകൊണ്ട് ദൈവവചനത്തിന് ഇതൊന്നും പ്രാധാന്യമില്ല എന്ന് പിശാച് പഠിപ്പിക്കുന്ന ഒരു കാര്യം. മൂന്നാമത് അത് നമ്മുടെ ഉള്ളത്തിൽ റൂട്ട് ചെയ്യാനായിട്ട് അത് പോകുന്ന സമയത്ത് ദൈവവചനം അതിന് സാത്താൻ പറയും, നമ്മളോടൊരു കള്ളം പറയും. എന്താണ്? നീ ഈ വലിയ സാക്രിഫൈസ് ഒന്നും ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, നീ ഇതൊക്കെ ഉപേക്ഷിക്കുക. നീ നിൻ്റെ ജീവിതത്തിൽ പല സാക്രിഫൈസും ഒക്കെ ചെയ്ത് ഈ നല്ല കാര്യമൊക്കെ പഠിച്ചിട്ട് നീ എന്തോ ചെയ്യാൻ പോവുക? നിൻ്റെ ആയുസ് 60, 70, 80 സംവത്സരത്തിൽ കൂടുതലൊന്നും ഇല്ലല്ലോ, നീ ഇതൊന്നും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പിശാച് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആ ഒരു ഭാഗം
ഉപമത്തിൻ്റെ ഒരു പാർട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറയും. അയ്യോ, നീ ഉപമ തീരണമെങ്കിൽ തന്നെ ഒരു 5-6 എപ്പിസോഡ് വേണ്ടി. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലർ വഴിയേറിയ വീണു, പറവകൾ വന്ന് തിന്നു കളഞ്ഞു. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഈ പറവകൾ എങ്ങനെയാണ് ഇത് തിന്നുന്നതെന്നുള്ള കാര്യം പകുതിയെ പറഞ്ഞുള്ളൂ. ഇനിയും പറയാനിരിക്കുന്നു പറവ തിന്നുന്ന. നമ്മുടെ ജീവിതത്തിൽ ഇത് ഭയങ്കര വലിയൊരു വെളിപ്പാട് നമുക്ക് തരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ പറവയ്ക്ക് കൊടുക്കുന്ന അനുഭവം പലപ്പോഴും അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും അല്ലാതെ പള്ളിയിൽ പോകുന്നതായിട്ടുള്ള ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ യേശു പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത്. പിശാച് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോകും. എന്താണ് അവൻ ചെയ്യുന്നതെല്ലാം ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ കാഷ്വലായിരിക്കും, നിങ്ങളിതിനെക്കുറിച്ച് ഇഗ്നറൻ്റ് ആയിരിക്കും, നിങ്ങൾ ട്രബിൾ വരുമ്പോൾ വേറെ ആളിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോകും. അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഒരു സാക്രിഫൈസും എടുക്കാതെ എന്താ മാപ്പിളെ ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങളായിത്തീരും. അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുഴിയിൽ തന്നെ പോയി വീഴും. അതിനകത്ത് 100% ഉറപ്പാണ്. നിൽക്കുന്നവൻ പോലും വീഴുന്നുണ്ട്. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ദൈവവചനത്തിൽ പറയുന്നു. നിൽക്കുന്നവൻ പോലും വീഴുന്നു. അതുകൊണ്ട് ദൈവവചനം മുറുകെ പിടിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇത് ഒരു ഇനിഷ്യേഷൻ എന്ന വിതയ്ക്കുന്നതിൻ്റെ ഉപമ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അന്നേരം അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. അന്നേരം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് നല്ല നിലത്ത് വീണ വിത്താകണം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വേർഡ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിലെ കർത്താവെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതലായിട്ട് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തിയോടുകൂടി അത് വീഴട്ടെ. കർത്താവെ, പറവ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഞായറാഴ്ച സഭായോഗത്തിലും പള്ളികളിലും പോയിട്ട് കേൾക്കുന്ന വചനം സീരിയസ് ആയിട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളാതെ അത് പറവ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. കർത്താവെ, അവർ തിരിച്ച് ഭവനത്തിൽ വന്ന് ആ ഭാവം വായിക്കുകയും ധ്യാനിക്കുകയും അതിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ച് ബലപ്പെടുകയും ചെയ്യുവാൻ ഈ ദിവസങ്ങൾ കർത്താവെ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നിരാശകൾ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ, ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കിഡ്നിയുമായിട്ടുള്ള ഫങ്ഷനിലൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗങ്ങൾ അനുഭവിക്കുന്നവർ, നിങ്ങളെ കൈ ആ സ്ക്രീനിലോട്ട് നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ വഴി നടത്തും, വിടുതൽ തരും. ദൈവമേ, അവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ഒരു 3-4 എപ്പിസോഡ് കൂടി നമുക്ക് ഈ ഒരു ഉപമ തീരും. ഇത് നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യണം. ഏകദേശം 1 മണിക്കൂറോളം സമയം കാണുമായിരിക്കും. 4-5 എപ്പിസോഡ് കൊണ്ട് തീരും. അതുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്യണം. ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.